ഹായ്. അപ്പം ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരു മൂന്നാല് പേരെങ്കിലും, മൂന്നാലല്ല, ഒരു നാലഞ്ച് പേരെങ്കിലും എന്നോട് ചോദിച്ചു, "എടാ, ഞങ്ങൾക്കും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്." ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും തോന്നും, "ഓ, എനിക്കും ഈ പ്രശ്നമുണ്ടല്ലോ, എനിക്കും ഈ പ്രശ്നമുണ്ടല്ലോ." ശരിക്കും അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമില്ല. അപ്പം എനിക്ക് കുറച്ച് കാലം എടുക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്ക് വിഷമാവുന്നുണ്ടാവും. അപ്പം ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും, ഞാനൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒരു 3-4 കൊല്ലമെങ്കിലും സംസാരിക്കാണ്ട്, ഇനി സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ആ ഒരു രീതിയിലൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ തിരിച്ച് അവരുമായിട്ട് കണക്റ്റ് ആയത്. അവരുമായിട്ട് കണക്റ്റ് ആയപ്പോൾ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അത് തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ. നിങ്ങൾ വിഷമം ഉണ്ടെങ്കിൽ നിങ്ങളത് ആരുടെ അടുത്തെങ്കിലും തുറന്ന് പറയുക. എന്നിട്ടും അത് മാറുന്നില്ലെങ്കിൽ അടുത്തത് കൗൺസിലിങ്ങിന് പോവുക. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടും. അപ്പം CBT എന്നൊക്കെ പറഞ്ഞ ചികിത്സാ രീതികളുണ്ട്. അപ്പം അതൊക്കെ അവർ വേണ്ട രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തോളും. നിങ്ങൾ കൗൺസിലിങ്ങിന് പോവുകയാണെങ്കിൽ കൗൺസിലിങ്ങിന് പോവുക. അപ്പം അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതേ ഇതിനൊരു വഴിയുള്ളൂ. പിന്നെ എന്തെങ്കിലും തുറന്ന് സംസാരിക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആരും ഇല്ലെങ്കിൽ, നിങ്ങൾ ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ ആരും ഇല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തന്നെ വിളിക്കാം. കാരണം ഇത് കഴിഞ്ഞു പോകുന്നതുകൊണ്ട് എനിക്കറിയാം വിഷമങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാര്യമൊക്കെ എനിക്കറിയാം. അപ്പം നിങ്ങൾ വേണമെങ്കിൽ എന്നെ തന്നെ വിളിച്ചോളൂ. അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോവുകയാണെങ്കിൽ കൗൺസിലിങ്ങിന് പോയിക്കോളൂ. തുറന്ന് സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു വഴിയുള്ളൂ. പിന്നെ മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓരോ ദിവസവും നമുക്കൊരു ചാൻസാണ് ടു ഡു ബെറ്റർ. അതായത് നമ്മൾ മെൻ്റലി ആണെങ്കിലും ബെറ്റർ ആവാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് അധികം നാൾ കാത്തിരിക്കാതിരിക്കുക. അതായത് ഇപ്പം കൂടുതൽ അവയർനെസ് ആയിട്ട് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിൽ എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്ന സേതുവിൻ്റെ ഒരു കഥയുണ്ട്, പാർവതി എന്ന് പറഞ്ഞിട്ട്. ഇതൊരു കഥയാണ്, ലൈഫ് സ്റ്റോറിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇതൊരു അമ്മയുടെയും മകളുടെയും കഥയാണ്. പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത്, ഒരു സ്ത്രീ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് അറിയാണ്ട് പ്രഗ്നൻ്റ് ആയി പോയിട്ട് വേറൊരു നാട്ടിലേക്ക് അവർ പറിച്ച് നടപ്പെടുകയാണ്. എന്നിട്ട് അവിടെ തന്നെ അവർ ജീവിക്കുകയാണ്. പിന്നീട് അവർ അവരുടെ നാട്ടിലേക്ക് വരുന്നില്ല. അവിടെ അവർ അത്യാവശ്യം ഒരു ടീച്ചിങ് ജോബൊക്കെ ആയിട്ട് നിൽക്കുന്നു. പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് അവരുടെ മകൾ വളർന്ന് വരേണ്ടി വന്നു. ഇവർക്ക് ഇവരുടെ സ്വന്തം നാട്ടിലേക്ക് വരാനും ഇവരുടെ അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറയാനും അങ്ങനെയൊക്കെ മനസ്സിനൊരു സന്തോഷം കൊണ്ടുവരാനും അവർക്ക് അത്രയും കാലം നീക്കി വെക്കേണ്ടി വന്നു. അപ്പം നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ അതൊരിക്കലും നീക്കി വെക്കാതിരിക്കുക. അത് പറഞ്ഞ് തീർത്തേക്കുക. അത്രയേ ഉള്ളൂ.